തിരൂരിൽ മുതിർന്ന CPM നേതാവ് എ വിജയരാഘവനെതിരെ ഫ്ലെക്സ് ബോർഡ് ഉയർന്ന സംഭവത്തിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കലാപശ്രമ കുറ്റം ചുമത്തി പോലീസ് കേസ്. CPM ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. തൃക്കണ്ടിയൂർ സ്വദേശി ഷൌക്കത്തിനെതിരെയാണ് തിരൂർ പോലീസ് കേസെടുത്തത്. ഞായറാഴ്ചയായിരുന്നു നഗരമധ്യത്തിൽ എ വിജയരാഘവനെതിരെ ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. സേവ് CPM എന്ന പേരിൽ ഉയർന്ന ബോർഡ് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എ വിജയരാഘവൻ കോഴിക്കോട് SDPI നേതാവുള്ള ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. അതിനു പിന്നാലെയാണ് തിരൂരിൽ ബോർഡ് ഉയർന്നത്. ഇതെടുത്തു മാറ്റാൻ CPM പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് ഷൌക്കത്തുമായി വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ബോർഡ് എടുത്തുമാറ്റാൻ ശ്രമിച്ചവരെ ഷൌക്കത്തലി ഭീഷണിപ്പെടുത്തിയെന്നും ഹാമർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതി. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 6 മാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരൂരിലെ CPM സമരങ്ങളിൽ മുൻനിരയിൽ ഉണ്ടാകാറുള്ള പ്രവർത്തകനാണ് ഷൌക്കത്ത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിക്കെതിരെ നഗരസഭയിലേക്ക് CPM നടത്തിയ സമരങ്ങളിൽ ഉൾപ്പെടെ ഷൌക്കത്ത് മുന്നിലുണ്ടായിരുന്നു. ബോർഡിലൂടെ ഷൌക്കത്ത് ഉയർത്തിയ ആരോപണങ്ങൾ CPMനകത്ത് വലിയ ചർച്ചകൾക്ക് കാരണമായേക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച പാർട്ടി യോഗങ്ങൾ നടക്കാനിരിക്കെയാണ് വിജയരാഘവനെതിരെ തിരൂരിൽ CPM പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ബോർഡ് ഉയർന്നത്. എഡിറ്റർ ലൈവ്, തിരൂർ.